നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. CPM പുനലൂർ ഏരിയ സമ്മേളനം ചെമ്മന്തൂർ ഹൈസ്കൂളിൽ തുടങ്ങി. സംസ്ഥാന കമ്മിറ്റി അംഗം MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം എന്നും അത് സംവാദത്തിലൂടെ ചൂണ്ടിക്കാട്ടിയാൽ മറുപടി പറഞ്ഞുകൊണ്ട് തിരുത്തുമെന്നും ഭാസ്കരൻ. പുനഃസംഘടന ആവശ്യമെങ്കിൽ നടത്തും. എല്ലാവരുടെയും സംഭാവനകളെ ആദരിച്ചുകൊണ്ട് തന്നെ പുതിയ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരുമെന്നും MK ഭാസ്കരൻ. പതിനഞ്ച് വർഷം പിന്നിട്ട തെന്മല ഇക്കോ ടൂറിസം പ്രതീക്ഷിച്ച വളർച്ച കൈവരിച്ചില്ലെന്ന് ടൂറിസം മന്ത്രി AP അനിൽകുമാർ. വിപണനത്തിൽ പരാജയപ്പെട്ടു. തെന്മല ഇക്കോ ടൂറിസത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി. ഡാമിൽ പുനരാരംഭിച്ച ബോട്ട് സവാരി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ 1.5 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. മദ്യനയത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരനെ അനുകൂലിച്ചും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയും ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ. മദ്യനയത്തിൽ KPCC പ്രസിഡന്റിന്റെ അഭിപ്രായം ജനനന്മയ്ക്ക് വേണ്ടിയെന്നും പ്രകാശാനന്ദ. CPM പുനലൂർ ഏരിയ സമ്മേളനം ചെമ്മന്തൂർ ഹൈസ്കൂളിൽ തുടങ്ങി. സംസ്ഥാന കമ്മിറ്റി അംഗം MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുത്വം സ്ഥാപിച്ചെടുക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്നും സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്ര അഴിമതിയാണെന്നും MK ഭാസ്കരൻ പറഞ്ഞു. ഹിന്ദുത്വം സ്ഥാപിച്ചെടുക്കാനാണ് കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ ശ്രമം. വിദ്യാഭ്യാസവും സംസ്കാരവുമെല്ലാം അതിനായി ഉപയോഗിക്കാനാണ് ശ്രമം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും RSS വഹിച്ചിട്ടില്ല. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ സമരത്തിൽ ഒരാൾ പോലും ജയിൽവാസം അനുഷ്ഠിച്ചിട്ടില്ല. അഴിമതിയാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്ര. കടുത്ത അപമാനമാണിത്. ഒരു സർക്കാരിനെതിരെയും നിരന്തരം കോടതി ഇത്രയേറെ വിമർശനം നടത്തിയിട്ടില്ലെന്നും MK ഭാസ്കരൻ ചൂണ്ടിക്കാട്ടി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പതാക ഉയർത്തിക്കൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. രക്തസാക്ഷികളെ P. സജി രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. S. ബിജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി K. രാജഗോപാൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KN ബാലഗോപാൽ, P. രാജേന്ദ്രൻ, S. രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S. ജയമോഹൻ, ജോർജ് മാത്യു, ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, ഏരിയ സമ്മേളന സ്വാഗത സംഘം സെക്രട്ടറി ടൈറ്റസ് സെബാസ്റ്റ്യൻ, പ്രസിഡന്റ് NP ജോൺ, PS ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും ജില്ലാ സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പും ഞായറാഴ്ച നടക്കും. ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി 8-ന് ഒരുമ പദ്ധതിയുടെ മാർക്കറ്റ് ജംഗ്ഷനിലെ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് ഡോക്ടർ തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്യും. 8-ന് വൈകിട്ട് ചെമ്മന്തൂരിൽ ഏരിയ സമ്മേളന സമാപനവും തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംവാദമില്ലാതെ CPM ഇല്ലെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം MK ഭാസ്കരൻ. പാർട്ടിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. അത് സംവാദത്തിലൂടെ ചൂണ്ടിക്കാട്ടിയാൽ മറുപടി പറഞ്ഞുകൊണ്ട് തിരുത്തും. പുനഃസംഘടന ആവശ്യമെങ്കിൽ നടത്തും. എല്ലാവരുടെയും സംഭാവനകളെ ആദരിച്ചുകൊണ്ട് തന്നെ പുതിയ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരുമെന്നും MK ഭാസ്കരൻ പറഞ്ഞു. പ്രസക്ത ഭാഗങ്ങൾ. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ പരിശോധിക്കും. ശരി ഉൾക്കൊള്ളുകയും ദൌർബല്യങ്ങൾ തിരുത്തി മുന്നോട്ടു പോവുകയും ചെയ്യും. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM. അവിഭക്ത പാർട്ടിയുടെ കാലത്തും പാർട്ടിക്കുള്ളിൽ പ്രത്യയശാസ്ത്രപരമായ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. വിമർശനവും സ്വയം വിമർശനവും പാർട്ടിയുടെ ജീവവായുവാണ്. പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളുടെ ഗരിമ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ ഉയർത്തിപ്പിടിക്കാനുള്ള ജാഗ്രത പാർട്ടിക്കുണ്ട്. അത് ആര് ചോദ്യം ചെയ്താലും ശരിയായ മറുപടി നൽകാനുള്ള ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ട്. സംവാദം പാർട്ടി തുടരും. അത് ഇടതുപക്ഷ ഐക്യത്തിന് തടസ്സമല്ല. ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് സംവാദം ആവശ്യമാണെന്നും MK ഭാസ്കരൻ ചൂണ്ടിക്കാട്ടി. ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ട് അത് പാർട്ടികളല്ല, ജനങ്ങളാണ്, കൃഷിക്കാർ, തൊഴിലാളികൾ
മറ്റധ്വാനിക്കുന്നേക്കാളുകൾ ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ളതാണ് ജനകീയ ജനാധിപത്യം. ആ ജനകീയ ജനാധിപത്യമുള്ള ഇന്ത്യയിൽ പ്രവർത്തിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ അത് അംഗീകരിക്കും. ഇന്ത്യൻ ഭൂവിശ്വാസിയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം നേടി രാജ്യത്തൊരു ദുരാധിപത്യ ഭരണകൂടം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ആ അവസരം നമ്മൾ ഉപയോഗിക്കും. ഇല്ലെങ്കിൽ പിന്നെ അത് അനുവദിക്കുന്നില്ല ഭരണകൂടമെങ്കിൽ എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പോൾ ഇത് നിങ്ങൾ തീരുമാനിക്കും. അതാണ് എൻ്റെ കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ അതിൽ പലപ്പോഴും പലയിടത്തും പിന്നോട്ടടി ഉണ്ടായിട്ടുണ്ട്, മുന്നോട്ട് കയറ്റമുണ്ടായിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. ഇനിയും ആ മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം സാധ്യമല്ല. അപ്പോൾ അന്നും ആ തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം സമ്മാനത്തിന് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ തെറ്റിനെ പറ്റി ചൂണ്ടിക്കാണിച്ചാൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ നമ്മൾ തിരുത്തും. സംവാദത്തിന് നമ്മൾ ഒരിക്കലും എതിരല്ല, നമ്മൾ ഉപേക്ഷിക്കില്ല. പല സഹകരണത്തിനുള്ള ചർച്ച എന്ന് വരാനിടയുണ്ട്. ഇടതുപക്ഷ പാർട്ടിയുടെ ഐക്യത്തിന് CPI-യും നമ്മളും തമ്മിൽ പരസ്യ സംവാദം ശരിയാണ്. കാരണം അവിഭക്ത പാർട്ടിയുടെ കാലത്തും സംവാദം നടന്നിട്ടുണ്ട്. പാർട്ടി വിഭജിച്ചതിന് ശേഷം പ്രത്യയശാസ്ത്രപരമായ സംവാദം നടന്നിട്ടുണ്ട്. പാർട്ടി ഇനിയും സംവാദം നടത്തും. സംവാദം നടത്താൻ കഴിയാതെ വന്നാൽ ഈ പാർട്ടി ഇല്ലാതാവും, ജീവനില്ലാതാവും. അപ്പൊ സംവാദം ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, വിമർശനം സ്വവിമർശനം ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അത് ഒഴിവാക്കാനും CPI നമ്മൾ തമ്മിൽ സംവാദം അത് ഇടതുപക്ഷത്തെ ബാധിക്കില്ല, ഐക്യത്തെ ബാധിക്കില്ല. അത് തുടരും. നമ്മുടെ പ്രത്യയശാസ്ത്ര നിലപാടിനെ ചോദ്യം ചെയ്താൽ നമ്മളൊക്കെ വിട്ട് കണക്ക് പറഞ്ഞുകൊണ്ട് മറുപടി പറയും. അതിനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിന് ഭരണം വേണമെന്ന് പറഞ്ഞ് മാറ്റിവെക്കില്ല. അതിനൊരു തടസ്സവുമില്ല. ഇടതുപക്ഷ മുന്നണിക്ക് ഒരു തടസ്സമല്ല സംവാദം. നമുക്ക് ഉപേക്ഷിച്ച് പോയാൽ അത് നമ്മുടെ ദൈവകാര്യമാണ്. അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. ആ നിലയിൽ സംവാദത്തിലൂടെയാണ് EMS ഉള്ളപ്പോൾ EMS സമർത്ഥമായ പാർട്ടിക്ക് വേണ്ടി സംവാദത്തിൽ ഏർപ്പെട്ടില്ലേ, വാസ്തവന്യെ ഏർപ്പെട്ടില്ലേ, വിജയം ഏർപ്പെട്ടില്ലേ. ഇവരെല്ലാം നല്ലതുപോലെ സംവാദത്തിൽ പാർട്ടിക്ക് വേണ്ടി ഏർപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ വരുന്ന നേതാക്കന്മാരും അത് പിന്തുടരാൻ ബാധ്യതയുള്ളവരാണ്. ആ നിലയിൽ അത് തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മുടെ വാർത്താക്കളെ സംബന്ധിച്ചിട്ടുള്ള ആവശ്യമില്ല. ഇത് പാർട്ടി ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടവും ബ്രാഞ്ച് സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തു. പാർട്ടി എന്താ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. നമ്മുടെ സംഘടനയ്ക്കകത്ത് ഒരു സംഘടന ആവശ്യമുള്ളത് നടത്തണം. അതിലൊരു തെറ്റില്ല, ഒരു തെറ്റില്ല. ഇപ്പോൾ ചോറ സമ്മേളനം നടന്നു, അത്യാവശ്യം മാറ്റങ്ങൾ വരുത്തി. പാർട്ടി ഏകഘട്ടമായി തീരുമാനിച്ചല്ലോ. സമ്മേളനം എല്ലാ തീരുമാനങ്ങളും ഏകഘട്ടമായിട്ടാണ് എടുത്തത്. ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാ സഹാക്കളെയും അതുപോലെ തന്നെ നമ്മുടെ സഹാക്കൾ ഒരുപാട് സംഭാവന നൽകിയവരാണ്. ഇവിടെ തന്നെ ഇരിക്കുന്നത് ഒരുപാട് സംഭാവന നൽകി. അതെക്കാലം എല്ലാവർക്കും ആ സംഭാവന തുറന്നു തന്നിട്ടുള്ളൂ ഇല്ല. ആ സംഭാവനകളെല്ലാം ആദരിച്ചുകൊണ്ട് അവർക്ക് അർഹമായ ബഹുമതി കൊടുത്തുകൊണ്ട് തന്നെ പുതിയ നേതൃത്വം കൊണ്ടുവരാൻ വളർത്തിയെടുക്കാൻ എന്ന് പറയുമ്പോൾ പഴയ ആളെല്ലാം ഉപേക്ഷിച്ച് പുതിയ ആളെ ഏൽപ്പിക്കാറുണ്ട്. പുതിയ നേതൃത്വവും പഴയ അനുഭവമുള്ള സഹാക്കളും കൂടി സംയോജിച്ചുകൊണ്ടുള്ള പാർട്ടി കെട്ടിപ്പടുക്കണം എന്നുള്ളതാണ്. ചിലയിടത്തെങ്കിലും സെക്രട്ടറിമാരെ മാറ്റിയിട്ടില്ല, വിടവായിരിക്കത്തില്ല. ബ്രാഞ്ച് സെക്രട്ടറിമാരെ മാറ്റിയിട്ടില്ല. ബ്രാഞ്ച് സെക്രട്ടറി കഴിഞ്ഞ ഒരു കൊല്ലത്തിന് ശേഷം ബ്രാഞ്ച് കൂടിയതിന് ശേഷം പിന്നെ കൂടാനേ കൊടുക്കില്ല. എങ്കിലും സമ്മേളനം എടുത്തപ്പോൾ പറഞ്ഞു ഞാൻ കുറച്ച് ആളോട് ഇരിക്കാം, ശരിയിരുന്നു. പക്ഷെ പ്രതിനിധി തെരഞ്ഞെടുപ്പ് നമ്മൾ തമ്മിലെടുത്താകണം. സെക്രട്ടറി തുടരട്ടെ, അഡ്ജസ്റ്റ്മെന്റ്. ചുരുക്കം ചിലയിടത്തെങ്കിലും ഇവിടെ നടന്നിട്ടില്ലായിരുന്നു, ചിലയിടത്തെങ്കിലും നടന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് അത് വേണ്ട. അതിൻ്റെ ആവശ്യം പ്രവർത്തിക്കാൻ കഴിയുന്നവരെ ഒഴിഞ്ഞു കൊടുത്ത് സന്തോഷത്തോടുകൂടി അവർക്ക് ബഹുമാനിട്ട് തിരുത്താം. എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടെന്ന് പറയണം. അത് ലോക കമ്മിറ്റികളിൽ ഇത്രയും കാലമൊക്കെ ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചാണ്. എന്നെ നിങ്ങൾ എത്ര നിഷ്കരണം ഒഴിവാക്കുന്നത് ശരിയാണോ എന്നുള്ള വിമർശനം വരെ നമ്മുടെ പാർട്ടി നന്നാവണ്ടേ, പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ആള് വേണ്ടേ. പുതിയൊരു തലമുറയില്ലേ, പിന്നെ നമ്മളെല്ലാം കുറച്ച് പേര്. ഉദാഹരണം ഞാൻ പറയാം, നമ്മുടെ PV എന്ന് പറഞ്ഞത് വരും ഭയങ്കര വലിയ ലോകത്ത് എല്ലാവരും ആദരിക്കുന്നതായിട്ട് TV.
ആരൊക്കെ? സുന്ദരയ്യ, ജ്യോതിബാസ്, EMS, AKG, രാമമൂർത്തി, സുരജിത്ത്, വാസവല്ലയ്യ, ഇവരെല്ലാം അടങ്ങുന്ന 9 പേരുള്ള BB എന്ന് പറയുന്ന ലോക പ്രശസ്തമല്ലേ? അവരെ ലോകത്തിന് ഒരുപാട് സംഭാവന നൽകിയവരാണ്. അവരെ മരിച്ചിട്ടില്ല. അവരെന്നെ പാർട്ടി ചെയ്ത് കാണിച്ചത് ഇനി നമുക്ക് പിരിയാ, നമ്മുടെ കീഴിൽ ചത്തു പോയത് നമുക്ക് പിരിയാമെന്ന് നല്ല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ 1.5 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. 2 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. തെങ്കാശിയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് വന്ന KSRTC ബസ്സിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. പ്രതികളിലൊരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പിടികൂടി എക്സൈസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. വർക്കല വിളഭാഗം രോഹിണിയിൽ ഷിനു മോഹൻ, പാറയടി കടക്കാവൂർ കൊച്ചുതെങ്ങള വീട്ടിൽ ഷിജു വസന്തകുമാർ എന്നിവരാണ് പിടിയിലായത്. ഷിജു വസന്തകുമാറാണ് എക്സൈസ് സംഘത്തെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. സമീപത്തെ വനത്തിലേക്കാണ് ഇയാൾ ഓടിയത്. 2 കിലോമീറ്ററോളം ഓടിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി എക്സൈസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു. പ്രതികളെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി. ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. 15 വർഷം പിന്നിട്ട് തെന്മല ഇക്കോ ടൂറിസം പ്രതീക്ഷിച്ച വളർച്ച കൈവരിച്ചില്ലെന്ന് ടൂറിസം മന്ത്രി AP അനിൽകുമാർ. വിപണനത്തിൽ സർക്കാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തെന്മല ഇക്കോ ടൂറിസത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തെന്മലയിൽ പുനരാരംഭിച്ച ബോട്ട് സവാരി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 15 വർഷം മുമ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആലപ്പുഴ ബാക്ക് വാട്ടർ തുടങ്ങിയിട്ടുള്ളത്. 15 വർഷം മുമ്പ് 2-3 ഹൗസ് ബോട്ടിൽ തുടങ്ങിയ ആലപ്പുഴ ബാക്ക് വാട്ടർ, അവിടുത്തെ ഹൗസ് ബോട്ട് ഇന്ന് ലോകപ്രസിദ്ധമാണ്. 1000-ലധികം ഹൗസ് ബോട്ടുകളുണ്ടായി. അവിടുത്തെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് അതിൻ്റെ പേര് തൊഴിൽ ലഭിക്കുന്നു. ടൂറിസം അവിടെ പ്രധാന വരുമാന മാർഗമായി മാറിയിരിക്കുന്നു. പക്ഷേ നമുക്ക് 15 വർഷം കഴിഞ്ഞിട്ടും തെന്മല ആ രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ പ്രചരണ രംഗത്ത് അല്ലെങ്കിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്ന രംഗത്ത് നമുക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതാണ്. ഇവിടെ വന്നു കഴിഞ്ഞ സഞ്ചാരികൾക്ക് ഏറ്റവും സന്തോഷത്തോടെ മടങ്ങാൻ എല്ലാ കാര്യങ്ങളും കൂടെ ഉള്ളപ്പോൾ അതുണ്ട് എന്ന് ലോകത്തിനെ അറിയിക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ വീഴ്ച നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയിട്ടുണ്ട്. അത് മാറ്റിയെടുത്തുകൊണ്ട് 2015 തെന്മലയുടെ പ്രൊമോഷൻ പ്രത്യേകം ക്യാമ്പയിൻ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്തും. അതുവഴി കൂടുതൽ സഞ്ചാരികളെ, തൊട്ടടുത്താണ് തമിഴ്നാട് കിടക്കുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് കുറേ സഞ്ചാരികളെ നമുക്ക് കൊണ്ട് ആകർഷിക്കാൻ കഴിയും. അപ്പോൾ ഏതെല്ലാം പദ്ധതികൾ അതിനാവശ്യമാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെയും അതുപോലെ ടൂറിസം ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളെയൊക്കെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെ തെന്മലയിലെത്തിയ മന്ത്രി തെന്മല എർത്ത് ഡാമിൽ ബോട്ടിംഗ് യാർഡിലേക്കുള്ള കവാടം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബോട്ട് സവാരി മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇക്കോ ടൂറിസം കൾച്ചറൽ സെന്ററിലുള്ള ആംഫി തിയേറ്ററിലായിരുന്നു പൊതുസമ്മേളനം. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ചടങ്ങിൽ അധ്യക്ഷനായി. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ സ്വാഗതം പറഞ്ഞു. ടെപ്സ് എക്സിക്യൂട്ടീവ് ചീഫ് ജോസഫ് തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP വിട്ടുനിന്ന ചടങ്ങിൽ ഇക്കോ ടൂറിസം ബോർഡ് അംഗങ്ങളായ കരിക്കത്തിൽ പ്രസേനൻ, സണ്ണി ജോസഫ്, സ്റ്റാർ C. രത്നാകരൻ, ഏരൂർ സുഭാഷ്, ടിജു യോഹന്നാൻ, ജനപ്രതിനിധികളായ സുഭിലാഷ് കുമാർ, അഡ്വക്കേറ്റ് SC. സഞ്ജയ് ഖാൻ, VS മണി, ഉഷാകുമാരി, സജികുമാരി സുഗതൻ, ശോഭ സുരേന്ദ്രൻ, രാഷ്ട്രീയ പ്രവർത്തകരായ R. ശ്രീനിവാസൻ, S. സുനിൽകുമാർ, M. നാസർ ഖാൻ, മാമ്പഴത്തറ ചന്ദ്രശേഖരൻ, R. സുരേഷ്, R. സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. R. ലക്ഷ്മി കൃതജ്ഞത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തെന്മല. പാരിപ്പള്ളി മടത്തറ സംസ്ഥാന പാതയിൽ നിലമേൽ ജംഗ്ഷന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്ക്. കടയ്ക്കൽ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലമേൽ ജംഗ്ഷനു സമീപം വളവിൽ വെച്ച് അമിത വേഗത്തിൽ വന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികരെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പാതയിൽ നിലമേൽ മുതൽ കടയ്ക്കൽ വരെ നിരവധി വളവുകളാണ് ഉള്ളത്. ബൈക്ക് പൂർണ്ണമായും തകർന്നു. കാറിനും കേടുപാടുകളുണ്ട്. പാത നവീകരിച്ച ശേഷം അപകടങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. പാതയിൽ അപകടങ്ങൾ പതിവായിട്ടും വേഗത നിയന്ത്രിക്കാനുള്ള ബമ്പുകൾ സ്ഥാപിക്കാത്തതിനെതിരെ ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. മദ്യനയത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരനെ അനുകൂലിച്ചും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയും ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ കമുകഞ്ചേരിയിൽ ഗുരുക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞത്. മുഖ്യമന്ത്രി നാട്ടുകാരുടെ അഭിപ്രായത്തിന് വഴങ്ങിക്കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. മനുഷ്യൻ നന്നാകാൻ വേണ്ടി അത് വേണ്ട പറഞ്ഞത്. എനിക്കതേ പറയാനുള്ളൂ. നേരത്തെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ചെയ്തായിരുന്നു. കാരണം മുഖ്യമന്ത്രി ഇതെല്ലാം നിരോധിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഉൾപ്പെടെയുള്ള നിരോധനം മാറ്റാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി
പറയുന്നു. അവര് ജനങ്ങളുടെ ഒരു പറയുന്നത് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞത് മറ്റേ KPCC പ്രസിഡന്റ് പറഞ്ഞതാ. അതാ ശരി. ആളുകളെ ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന അവസ്ഥ ആശങ്കാജനകമെന്ന് മുൻ ജില്ലാ ജഡ്ജി M. രാമചന്ദ്രൻ നായർ. പത്തനാപുരം ഗാന്ധി ഭവനിൽ ദേശീയ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കുട്ടികൾ വളരുന്ന സാഹചര്യമാണ് ഇതിനൊക്കെ അതീതമായ മറ്റൊരു കാരണം. നിസ്സാരപ്പെട്ട കാര്യത്തിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നത് നമുക്ക് കാണാം. ഭാര്യയും ഭർത്താവും തമ്മിലൊരു പിണക്കം ഉണ്ടായാൽ പണ്ടൊക്കെ ചെയ്യുന്ന എന്താ, സ്ഥലത്ത് നഗര പഞ്ചായത്ത് മെമ്പർമാർക്ക് അവിടെ ചെന്ന് കണ്ടിട്ട് അവരെ കൂട്ടരെയും വിളിച്ച് അത് സൗമ്യമായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളിയിൽ പോകും, മുസ്ലിം ആണെങ്കിൽ പുരോഹിതൻ പറയുന്നത് ചെയ്യും. അങ്ങനെ എല്ലാം സെറ്റിൽമെന്റിൽ കൂടി തീരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് പറ്റുന്നില്ല. നിസാര പ്രശ്നങ്ങളെ തുടർന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. കോടതികളിൽ തീർപ്പാക്കുന്നതിന് കൂടുതൽ കാലം വേണ്ടിവരുന്ന കേസുകൾ ഇത്തരം അദാലത്തുകളിലൂടെ വേഗം പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ ലീഗൽ സെന്റർ ചെയർമാൻ അഡ്വക്കേറ്റ് N. സോമരാജൻ, ഗാന്ധിഭവൻ ഫാമിലി ക്ലബ് ജനറൽ സെക്രട്ടറി M. T. ബാവ, ലീഗൽ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ബീന വിൻസെന്റ്, അഡ്വക്കേറ്റ് രശ്മി, ഗാന്ധിഭവൻ ഭാരവാഹികളായ G. ഭുവനചന്ദ്രൻ, വിജയൻ ആമ്പാടി എന്നിവർ സംസാരിച്ചു. അദാലത്തിൽ 9 കേസുകൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു. 26 കേസുകളാണ് അദാലത്തിൽ പരിഗണനയ്ക്കായി എത്തിയത്. വർഷങ്ങളായി തീർപ്പാക്കാതെ കിടന്ന കേസുകൾ പരിഹരിക്കപ്പെട്ടതിന്റെ ആശ്വാസത്തോടെയാണ് അദാലത്തിൽ പങ്കുകൊണ്ടവർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാൻ താൽക്കാലിക പന്തലൊരുക്കി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ വഴിപാട്. ഗ്രാമപഞ്ചായത്തിന്റെ വകയായി ഒരു പന്തൽ മാത്രം തൽക്കാലം ഇവിടെ ഉണ്ടാകും. ഇടത്താവളം എന്ന ആവശ്യം ഇപ്പോഴും അകലെയാണ്. അടിയന്തരമായി തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് അയ്യപ്പ സേവാ സമാജം പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക പന്തൽ നിർമ്മാണം ആരംഭിച്ചത്. തീർത്ഥാടകർക്ക് ആവശ്യമായ കുടിവെള്ളം, വെളിച്ചം, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൌകര്യങ്ങൾ എന്നിവയൊന്നും പക്ഷേ ഉണ്ടാവില്ല. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ദിവസവും പത്തനാപുരം വഴി കടന്നുപോകുന്നത്. ഇവർക്ക് വിരിവയ്ക്കുന്നതിനും ആഹാരം പാകം ചെയ്യുന്നതിനുമുള്ള സൌകര്യങ്ങൾ ഒരുക്കി ഇടത്താവളം നിർമ്മിക്കണമെന്ന ആവശ്യത്തോട് ഗ്രാമപഞ്ചായത്ത് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നില്ല. എല്ലാ വർഷവും ഇടത്താവളത്തിനായി 10 ലക്ഷം വീതം വകയിരുത്താറുണ്ട്. ഇത് വിനിയോഗിക്കാതെ വെച്ച ശേഷം പിന്നീട് വകമാറ്റി ചെലവഴിക്കുന്നതാണ് പതിവ്. നിലവിൽ അയ്യപ്പ സേവാ സമാജം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കല്ലുംകടവ് കേന്ദ്രമാക്കി ഹെൽപ് ഡെസ്കിന്റെ പ്രവർത്തനവും സൌജന്യ ചുക്കുകാപ്പി വിതരണവും നടന്നുവരുന്നു. തീർത്ഥാടകർക്ക് ആവശ്യമായ മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ നടപടിയുണ്ടാവണമെന്ന് അയ്യപ്പ സേവാ സമാജം പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K. മുരളീധരൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവം എന്ത് എന്നുള്ള ഒരു ധാരണ നാട്ടിലുണ്ടാക്കുവാൻ കഴിയും. ചെറുപ്പക്കാരെ കൂടുതൽ കേരളോത്സവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയും. നാളുകളിലും ഇത് നമ്മുടെ പഞ്ചായത്തിലുണ്ടാകും. പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഭരണപരമായ മാറ്റങ്ങളെ ഉണ്ടാവും. പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനങ്ങൾ നിലനിൽക്കും. ആ നിലനിൽക്കുന്ന പഞ്ചായത്ത് സംവിധാനത്തിൽ നിങ്ങളുടേതായ പങ്ക് ആരെ കഴിക്കുന്നു എന്നുള്ളതും പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പർമാരോ ആരെന്നുള്ളതല്ല പ്രശ്നം. ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ സർവതോന്മുഖമായ പുരോഗതി, അതിലൂടെ എന്തെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും, വളർന്നു വരുന്ന ഒരു യുവാക്കൾക്ക് എന്തെല്ലാം നേടിയെടുക്കുവാൻ കഴിയും, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം. ഗ്രാമപഞ്ചായത്ത് അംഗം മധുര വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. KB ശബരിനാഥ് സ്വാഗതം പറഞ്ഞു. പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. സ്ഥിരം സമിതി അംഗങ്ങളായ ശൈല BV, എസ്സിനി, പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പേഴുമൂട് സണ്ണി, തുമ്പമൺതൊടി രാജൻ, ശ്രീജ ബിജു, നീതു, MS ശ്യാമളകുമാരി, യൂത്ത് കോർഡിനേറ്റർ റിയാസ്, പൊതുപ്രവർത്തകരായ ജയറാം ഐരക്കുഴി, കോട്ടപ്പുറം ശശി, K. ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
CPM പുനലൂർ ഏരിയ സമ്മേളനം ചെമ്മന്തൂർ ഹൈസ്കൂളിൽ തുടങ്ങി. സംസ്ഥാന കമ്മിറ്റി അംഗം MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം എന്നും അത് സംവാദത്തിലൂടെ ചൂണ്ടിക്കാട്ടിയാൽ മറുപടി പറഞ്ഞുകൊണ്ട് തിരുത്തുമെന്നും ഭാസ്കരൻ. പുനഃസംഘടന ആവശ്യമെങ്കിൽ നടത്തും. എല്ലാവരുടെയും സംഭാവനകളെ ആദരിച്ചുകൊണ്ട് തന്നെ പുതിയ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരുമെന്നും MK ഭാസ്കരൻ. പതിനഞ്ച് വർഷം പിന്നിട്ട തെന്മല ഇക്കോ ടൂറിസം പ്രതീക്ഷിച്ച വളർച്ച കൈവരിച്ചില്ലെന്ന് ടൂറിസം മന്ത്രി AP അനിൽകുമാർ. വിപണനത്തിൽ പരാജയപ്പെട്ടു. തെന്മല ഇക്കോ ടൂറിസത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി. ഡാമിൽ പുനരാരംഭിച്ച ബോട്ട് സവാരി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ 1.5 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. മദ്യനയത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരനെ അനുകൂലിച്ചും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയും ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ. മദ്യനയത്തിൽ KPCC പ്രസിഡന്റിന്റെ അഭിപ്രായം ജനനന്മയ്ക്ക് വേണ്ടിയെന്നും പ്രകാശാനന്ദ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.